പൊതുവിദ്യാലയത്തെ മെച്ചപ്പെടുത്താൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നമ്മുടെ വിദ്യാലയം ഉയർന്നു തന്നെ നിൽക്കട്ടെ. നമ്മളെല്ലാം ഇതിൽ നിന്ന് പഠിച്ചു വന്നവരാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയ നാടാണ് കേരളം. ഫീസില്ലാതെ പഠിക്കാൻ പല സ്റ്റേറ്റുകളിലും പറ്റും. പക്ഷെ ഫീസില്ലാതെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന് തന്നെ നമുക്ക് ഉറക്കെ പറയേണ്ടി വരും. ഇതൊക്കെ എല്ലാം ഉറക്കെ തന്നെ പറയേണ്ടി വരും. നന്ദി, നമസ്കാരം. അനേകം വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകിയ ഔദ്യോഗിക ജീവിതം 3 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ആർജിച്ച ശിഷ്യസമ്പത്തും സൗഹൃദങ്ങളും സുജാത ടീച്ചറിൻ്റെ ജീവിത വീക്ഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്ഥാപന മേധാവി, അധ്യാപിക എന്നീ നിലകളിൽ വെണ്ണല സ്കൂളിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പശ്ചാത്തല വികസന സൗകര്യങ്ങൾക്കും വേണ്ടി അവിശ്രമം പ്രവർത്തിച്ചു. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ ആക്കുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ സൗഹൃദം വിടാതെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ ഈ വർഷത്തെ കാൽപ്പന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ കാൽപ്പന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ പന്തുകൊണ്ടൊരു നേർച്ച ഫലമെന്തുകൊണ്ടും തീർച്ച പന്തുകൊണ്ടൊരു നേർച്ച ഫലമെന്തുകൊണ്ടും തീർച്ച. ശാസിച്ചും സ്നേഹിച്ചും കുട്ടികൾക്ക് മാർഗദർശിയായി. അധ്യാപകർക്ക് സമ്മർദ്ദങ്ങൾ ഏതുമില്ലാതെ സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള ഇടം നൽകിയതോടൊപ്പം അവരിൽ ഒരാളായി നിലകൊള്ളാനും ടീച്ചർക്ക് സാധിച്ചു. ഞങ്ങളുടെ പ്രിൻസിപ്പൽ സുജാത ടീച്ചർ വളരെ നല്ലൊരു ടീച്ചറാണ്. ടീച്ചർ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഫ്രീഡം ഒക്കെ തരാറുണ്ട്. ടീച്ചർ സ്കൂളിൻ്റെ മെച്ചപ്പെട്ട പഠന അന്തരീക്ഷം സൃഷ്ടിക്കാനായി ഒട്ടേറെ പരിശ്രമിച്ചിട്ടുണ്ട്. ടീച്ചർ വൈകുന്നേരം 1 മണിക്കൂർ ഫുട്ബോൾ അനുവദിക്കാറുണ്ട്. ടീച്ചർ ക്ലാസ് എടുക്കുന്നൊപ്പം തന്നെ ജീവിതപാഠം പങ്കുവയ്ക്കാറുണ്ട്. അത് ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രചോദനമായി നൽകും. പുഴകളും തോടുകളും കുളങ്ങളും കാവുകളും പുഞ്ചകളും ഓടങ്ങളുമുള്ള രണധീരന്മാരുടെയും കർഷകരുടെയും നാടായ ഓണാട്ടുകരയോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതി സുന്ദരമായ മാവേലിക്കര വെട്ടിയാറിൽ ഗോപാലപിള്ളയുടെയും ഗോമതി അമ്മയുടെയും ഇളയ മകളായി 1968 ഡിസംബർ 2 ജനനം. വെട്ടിയാർ ദേവിവിലാസം LPSലും ഇടപ്പോൺ HSലുമായി സ്കൂൾ വിദ്യാഭ്യാസം. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ്, കാര്യവട്ടം ക്യാമ്പസ് എന്നിവിടങ്ങളിൽ കോളേജ് വിദ്യാഭ്യാസം. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണൻ പിള്ളയാണ് ഭർത്താവ്. ഏകമകൾ അനഘ യു പിള്ള ഫാഷൻ ഡിസൈനറാണ്. Hello Appa, happy retirement. First of all, congratulations on this long and successful journey. അപ്പയെ പറ്റി എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറഞ്ഞ the first words that come to my mind are hardworking, very passionate about her work, courageous, very courageous, and a strong, independent woman. ഈ ജേർണിയിൽ Appa was very passionate. She was very dedicated to her job.
and I think we should congratulate her on this massive journey which she has took, and she has done it with full dedication. ആപ്പെ പറ്റി പറയാനാണെങ്കിൽ കുറേ സ്റ്റോറീസ് ഉണ്ട്, പക്ഷെ എല്ലാം ഒന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട് നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട്. വരുമായിരുന്നെങ്കിൽ എന്തായാലും സുജുമോളുടെ പേരിൽ ഒരു വലിയ ഫ്ലക്സ് അടിച്ചേനെ. അവിടെ ആരെങ്കിലും ഫ്ലക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോട്ടോ അയച്ചു തരണം. I would like to end by saying a very famous quote. It says, "One child, one teacher, one pen, and one book can change a world." And എൻ്റെ കണക്കിന് Aapa is one of those teachers who has changed lives of millions. Thank you. വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ ഭാഷയോടും സാഹിത്യത്തോടും താല്പര്യം. ഹായ്, സുജാത ടീച്ചർ. പ്രായം നോക്കാതെ ഞങ്ങളൊക്കെ സുജു എന്ന് വിളിക്കും. സർവീസിൽ കയറിയ കാലം മുതൽ ഞങ്ങളുടെയൊക്കെ ഗോഡ് മദർ, നല്ലൊരു ടീച്ചർ, നല്ലൊരു അധ്യാപിക എന്നതിലുപരി ഞാൻ ഇഷ്ടപ്പെടുന്നത് ടീച്ചറുടെ ഉള്ളിലുള്ള ആ സാഹിത്യകാരിയെയാണ്. ടീച്ചർ പണ്ട് കാലത്ത് ഒരുപാട് തവണ ആ സാഹിത്യകാരിയെ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വിട്ടിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ആട്ടിത്തെളിച്ച് അകത്ത് കയറ്റിയിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ അടുത്ത കാലത്തായി ടീച്ചർ ആ സാഹിത്യകാരിയെ പുറത്തേക്ക് എടുക്കാറില്ല. ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ടീച്ചറുടെ ഉള്ളിലുള്ള കഥകൾ, പണ്ട് ക്ലസ്റ്റർ മീറ്റിങ്ങുകളിലും ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന വാല്യുവേഷൻ ക്യാമ്പുകളിലുമൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുള്ള കുറേ കഥകൾ, അതൊക്കെ അക്ഷരങ്ങളായി പുറത്തു വരും എന്നും അതെല്ലാം ഈ ഒരു മലയാള ഭാഷയിൽ തലമുറയ്ക്ക് അതൊരു മുതൽക്കൂട്ടായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ റിട്ടയർമെൻറ്റ് കാലത്ത് ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സുജാത എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഗ്രാമജീവിതത്തിൻ്റെ സ്വാധീനം എടുത്തു പറയേണ്ടതാണ്. നാട്യങ്ങളില്ലാത്ത പെരുമാറ്റം, നിലപാടുകളിലെ കണിശത, അനീതികളോടുള്ള നിരന്തര കലഹം, അചഞ്ചലമായ ആത്മവിശ്വാസം, സഹാനുഭൂതി, പ്രൗഢമായും വസ്തുനിഷ്ഠമായും ഏത് വേദിയിലും സംസാരിക്കാനുള്ള ആർജവം സുജാത ടീച്ചറിൻ്റെ വ്യക്തിത്വ സവിശേഷതകളായി അടയാളപ്പെടുത്താം. നമ്മുടെ നാടിനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, യുവതയെക്കുറിച്ച്, വരും തലമുറയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു മനസ്സ്. വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് അഗാധമായി വിശ്വസിക്കുന്ന ടീച്ചർ പ്രതീക്ഷാനിർഭരമായ നാളെയെ നെഞ്ചിലേറ്റിക്കൊണ്ട് യാത്ര തുടരുകയാണ്.